ഗായ്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഡാൽഡ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരുപാട് കാലം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ പൊട്ടുന്നപ്പോൾ ഒന്നുമല്ല പറയുന്നില്ലേ, മുറുക്കെല്ലാം പോലത്തെ അതേപോലത്തെ ഒരു സ്നാക്കാണിത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഡാൽഡ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഇത് 2 കപ്പോളം ഡാൽഡ ഉണ്ട്. ഞാൻ വീഡിയോ കാണിച്ചു തന്നിട്ടില്ല, അതാണ് ഡാൽഡ എന്ന് പറയുന്നത്. ഇങ്ങെന്താണെന്ന് അതിന് പേര് പറയലെന്ന് നമുക്കറിയില്ല. ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് അധികം ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എല്ലാം കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ചേ ഉണ്ടാക്കുന്നില്ലൂ എങ്കിൽ എല്ലാം പകുതി അളവിലെടുത്താൽ മതി. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ഡാൽഡ 2 കപ്പ് ഒന്ന് അളന്നിട്ട് ഒഴിച്ചെടുക്കാം. അതേ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് പഞ്ചസാര മിക്സ് ആവുന്നത് വരെ നമുക്ക് കൈയോടൊന്ന് ഇളക്കി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ടൈം നമുക്ക് മധുരമെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് മൈദപ്പൊടി ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കാവുന്നതാണ്. മൈദപ്പൊടീൻ്റെ കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല, ഒരു ചപ്പാത്തിക്കെല്ലാം വേണ്ട രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. കുഴച്ചെടുത്ത മാവിനെ നമുക്ക് പരത്തിയെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഒരു തിക്നെസ്സിൽ വേണം ഇത് പരത്തിയെടുക്കാവുന്നത്. പരത്തിയെടുത്ത മാവിനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. വീഡിയോ കാണുന്ന രീതിയിൽ ഒന്ന് ചെരിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഈ ഒരു രീതിയിലാണ് പൊതുവേ ഡാൽഡ കേക്ക് ഉണ്ടാവൽ. നമുക്കെല്ലാം പരത്തിയെടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പരത്തിയെടുത്തതിലും നമ്മൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്കിതിന് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ പുറം ഭാഗം പെട്ടെന്ന് കഴിഞ്ഞിട്ട് അകം കുക്ക് ചെയ്യാണ്ട് നിൽക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. കുഴച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം 1-2 മാസം നമുക്കിത് എയർ ടൈറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതൊരിക്കലും പൊരിക്കരുത്. വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ അതിൻ്റെ ഒരു കാറുന്ന ടേസ്റ്റ് നമുക്ക് പെട്ടെന്ന് വരും. പിന്നെ അത് നമുക്ക് കഴിക്കാനൊന്നും കഴിയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.